അപ്പോൾ കൂട്ടുകാരെ നമസ്കാരം ഏവർക്കും. ഇന്ന് നമ്മൾ മറ്റൊരു റോസിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ അറിയാലോ, കറ്റാർവാഴ ഒരല്പം എടുത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും തേനും വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഈ റോസിൻ്റെ, ഇത് നമ്മളുടെ പനിനീർ റോസാണ്, നാടൻ പനിനീർ റോസാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പൊന്ന് വെട്ടിയെടുത്തു. ഇത് ഞാനൊരു പരീക്ഷണമാണ് കേട്ടോ നടത്തുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് മറ്റൊരിടത്ത് കണ്ട ഒരു സംഭവം ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അവരതിൻ്റെ തോലൊക്കെ ചീവിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തത്. നമുക്കും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. വിജയിച്ചാൽ നമ്മളുടെ ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അല്ലെങ്കിൽ ഞാൻ 15 ദിവസം കഴിയുമ്പോൾ പരീക്ഷണത്തിൻ്റെ വിശേഷം നമുക്ക് വാട്സപ്പിലിടാം, അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ തരാം. അന്നേരം എല്ലാവർക്കും ഇതൊന്നും കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചീവിയെടുത്തു. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തു. നല്ലൊരു കുത്ത് കിട്ടിയിട്ടുണ്ടേ. അത് ഈ റോസമുള്ളൊക്കെ രാവിലെ ഡയബറ്റിക് ഉള്ളവർക്ക് കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പെയിനായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെയൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കളയുന്നില്ല. ഇത് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇത് ഞാനൊന്ന് ഇങ്ങനെ കവറിട്ട് നമ്മൾ മൂടിയും കൂടി വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് 2 കമ്പും കൂടി വെക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ മൂടാത്തത്. എങ്കിലും ഇതിങ്ങനെ ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. ഓൾറെഡി നമ്മുടെ ചകിരിച്ചോറ് നനഞ്ഞിട്ടുണ്ട്, പോട്ടിംഗ് മിക്സ് നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നനയ്ക്കാത്തത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളിത് ചെയ്ത് വെക്കാനായിട്ട്. ഇതിനകത്ത് സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല, തണലിൽ തന്നെ വയ്ക്കുക. ഓക്കെ, താങ്ക്